150 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ, അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ. ഇവിടെ ദൈവത്തെയാണ് അവൻ്റെ എന്നും അവനെ എന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. മലയാളം ബൈബിൾ പ്രിൻ്റ് ചെയ്യുന്ന ആ ടീമിൻ്റെ ആ ഒരു പോരായ്മയാണ്. ഇന്നലെ എന്നെ ഒരു ബൈബിൾ പ്രിൻറ്റിങ് ടീം എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, അവർ ഹെൽപ്പ് ചോദിക്കാൻ വിളിച്ചാണ്. ഞാൻ അവരോട് പറഞ്ഞു, ആദ്യം ഈ അവൻ്റെ നിൻ്റെ എന്നുള്ള ആ വാക്ക് ദൈവത്തെ ഉപയോഗിക്കുന്നിടത്ത് മാറ്റണം, മാറ്റിയിട്ട് വേണം അടുത്ത പ്രിൻറ്റിങ് ചെയ്യാനായിട്ട് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എന്തായാലും ആ ഒരു വിഷയത്തിലും നമ്മുടെ സഭയിൽ നിന്ന് ഒരു 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 മെമ്മോറാണ്ടം നമ്മൾ അയക്കാൻ പോവുകയാണ്. ചില ബൈബിൾ പ്രിൻറ്റിങ് സൊസൈറ്റി ഉൾപ്പെടെ BSI ബൈബിൾ പ്രിൻറ്റിങ് സൊസൈറ്റി ഉൾപ്പെടെ ഗിദയോൺസ് എന്ന് പറയുന്ന ആ സ്ഥാപനം ഉൾപ്പെടെ അവരാണ് ശരിക്കും ഈ ബൈബിൾ പ്രിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാളം ഭാഷയിലാണ് ഇങ്ങനെയുള്ള ഒരു പോരായ്മ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേഗത്തിൽ ഈ വിഷയത്തിനൊരു മാറ്റമുണ്ടാകണം. ഞാൻ എന്നോട് സംസാരിച്ച അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ഫാദറിനെ നിങ്ങൾ അവൻ്റെ എന്നും നിൻ്റെ എന്നും അവനെ എന്നും പറഞ്ഞാണോ സംസാരിക്കാറ്? ഇല്ലല്ലോ. പിന്നെ ദൈവത്തിന് എങ്ങനെയാണ് ഈ പറയുന്ന വാക്കുകൾ പറയാൻ സാധിക്കുക എന്ന് ചോദിച്ചു. അവർക്കത് മനസ്സിലായി. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ദൈവജനം ആ ഒരു വിഷയത്തെ ദൈവകരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിപ്പിൻ. നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചനം അത് വായിക്കുന്ന അനേകർ അത് ബഹുമാനമുള്ള പദങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ അഭിസംബോധന ചെയ്യാനും ദൈവത്തിൻ്റെ കാര്യങ്ങളെ പറയുവാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം ഈ പ്രിൻറ്റിങ് ഏരിയയിൽ തന്നെ ഒരു വിടുതൽ ഉണ്ടായി വരേണ്ടതുണ്ട്. ഈ ബൈബിൾ വചനത്തിൽ തന്നെ ബഹുമാനമില്ലാത്ത പദങ്ങൾ ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന കാരണം കൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുന്ന ഗാനങ്ങൾ, മ്യൂസിക്കൽ കമ്പോസിഷൻസ് ഉൾപ്പെടെ ആ കോലത്തിലാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഏരിയയിൽ ഒരു മാറ്റം വരണമെന്ന് സഭ ആഗ്രഹിക്കാം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ കർത്താവ് മാനിക്കും. നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. ഓക്കെ, അതായത് ന്യായമായ ആഗ്രഹമല്ലേ ഇത്? അന്യായമായിട്ട് ആർക്കെങ്കിലും തോന്നിയോ? ആരെങ്കിലും പറഞ്ഞേ ഇത് അന്യായമാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൈവർത്തിക്കേ? ഇല്ലല്ലോ. നോക്കിക്കേ, ദൈവത്തെയാ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങളുടെ ഫാദറിൻ്റെ വീടിനെ കുറിച്ച് അവൻ്റെ വീട്ടിൽ ഞാൻ പോകണമെന്ന് പറയുമോ? പറയില്ലല്ലോ. അങ്ങനെ പറയുന്നത് വലിയ ബഹുമാനമാണെങ്കിൽ ബൈബിളിലുള്ളത് നാട്ടിൽ ഉപയോഗിച്ച് തുടങ്ങുക, നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ച് തുടങ്ങുക, നിങ്ങളുടെ സംസാരത്തിൽ ഉപയോഗിച്ച് തുടങ്ങുക, എങ്കിൽ ഓക്കെ. അല്ല, വീട്ടിലും നാട്ടിലും ഉപയോഗിക്കാൻ പറ്റില്ല എങ്കിൽ അതിനേക്കാൾ അധികം ബഹുമാനമുള്ള പദങ്ങൾ വേണം ദൈവത്തെ അഭിസംബോധന ചെയ്യാനും ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് പലരുടെയും ശ്രദ്ധയിൽ പെടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് വായിക്കുമ്പോൾ മലയാളികൾ ശ്രദ്ധിക്കുക, അവൻ്റെ എന്നുള്ള വാക്കിന് പകരം അവിടുത്തെ എന്നുള്ള വാക്ക് ഉപയോഗിക്കുവിൻ. ഓക്കെ, യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ. ഓക്കെ, കുഴപ്പമില്ലല്ലോ, ഒന്ന് ഉഷാറായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ, അവിടുത്തെ ബലമുള്ള ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിപ്പിൻ. ഓക്കെ, ഇത് നമ്മൾ ആദ്യമായി കേൾക്കുന്ന, ഇതിങ്ങനെ ഉപയോഗിച്ച് പരിചിതമായ ഒരു സിറ്റുവേഷനിൽ ഇത് മാറ്റി വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ സംതിങ് ഔട്ടായതുപോലെ തോന്നും. ക്രമേണ അത് സീറ്റിംഗ് ആയിക്കോളും. ഓക്കെ, ഫൈൻ, കം ബാക്ക്. ഇംഗ്ലീഷ് ഭാഷയിൽ ആ ഒരു പ്രശ്നമില്ല. ഇംഗ്ലീഷ് ഭാഷ അവിടെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് അവിടെ റെസ്പെക്റ്റ് ഉള്ളതാണ്. എന്നാൽ മലയാളം ഭാഷയിൽ റെസ്പെക്റ്റ് ഉള്ള പദങ്ങൾ വേറെയുണ്ട്. ആ പദങ്ങൾ ഉപയോഗിച്ച് വേണം അതിൻ്റെ അനുയോജ്യമായ രീതിയിൽ അതാത് സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കുവാൻ. തമിഴ് ബൈബിളിൽ പോലും ആ ഒരു പ്രശ്നമില്ല അല്ലേ? റെസ്പെക്റ്റ്ഫുൾ വേർഡല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. തമിഴ് ഭാഷയിൽ പോലും റെസ്പെക്റ്റ്ഫുൾ വേർഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളം ഭാഷയ്ക്ക് മാത്രം പറ്റിയ ഒരു അബദ്ധമാണ്, ഈ ബൈബിൾ പ്രിൻറ്റിങ്ങിൽ പറ്റിയൊരു അബദ്ധമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശരി, അത് എത്രയും വേഗം പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ആശിക്കാം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമുക്ക് പകരം ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷനിലേക്ക് പോകുന്ന കാര്യവും ആലോചിക്കാം. ശരി, ഇവിടെ ശ്രദ്ധിക്കാം. യഹോവയെ സ്തുതിപ്പിൻ. എന്താണ് ഇവിടെ പറയുന്നത്? യഹോവയെ സ്തുതിപ്പിൻ, കർത്താവിനെ സ്തുതിക്കണം. ഈ സങ്കീർത്തനങ്ങൾ മുഴുവനും സ്തുതിപ്പിൻ
ആരാധിപ്പിൻ, സ്തുതിപ്പിൻ എന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എല്ലാവരോടും പറയുന്നു കർത്താവിനെ സ്തുതിപ്പിൻ. നമ്മളതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കർത്താവിനെ പുകഴ്ത്തുവിൻ, കർത്താവിനെ സ്തുതിപ്പിൻ. ഓക്കെ, പരസ്പരം ദൈവമക്കൾ ഒന്ന് ചേരുമ്പോൾ, കണ്ടുമുട്ടുമ്പോൾ ഇങ്ങനെ പറയും. എന്ത് പറയും? പ്രൈസ് ദ ലോർഡ്. എന്തൊക്കെ പറയാം? ഷാലോം പറഞ്ഞോ, കേട്ടില്ല, ഉറച്ചു പറഞ്ഞോ. ഗ്രേസ് ടു യു, നിങ്ങൾക്ക് കൃപ, അല്ലേ? ഗ്രേസ് ടു യു. ഓക്കെ, ദെൻ പീസ് ടു യു, നിങ്ങൾക്ക് സമാധാനം. ഓക്കെ, ദെൻ ദൈവം നല്ലവൻ. ഓക്കെ ഓക്കെ, ദൈവം നല്ലവൻ. ഗോഡ് ബ്ലസ് യു, അത് പിരിയുമ്പോൾ പറഞ്ഞല്ലേ നല്ലത്? കണ്ടുമുട്ടിയാൽ ഉടനെ ഗോഡ് ബ്ലസ് യു, കുഴപ്പമില്ല, ബ്ലെസ്സിങ് എപ്പോൾ പോയാലും നല്ലതാണ്. ശരി, ദെൻ പറഞ്ഞോ, നിങ്ങളെന്ന് പ്രസംഗിക്കട്ടെ, ഞാനല്ല. എടോ, ഇത്രയും സമയം എടുക്കുന്നു ആലോചിച്ചെടുക്കാൻ. ദൈവം പരിശുദ്ധൻ. ഓക്കെ, ദൈവത്തിന് മഹത്വം. ഇപ്പോൾ ആലോചിച്ച് പറഞ്ഞാൽ പോരാ, പുറത്തിറങ്ങി ഇതൊക്കെ കാണിക്കണം, ഇതൊക്കെ പറഞ്ഞു തുടങ്ങണം. ഇവിടെ ഇരിക്കുമ്പോൾ ആലോചിച്ച് പറഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങുമ്പോൾ തോന്നിയ അവസ്ഥ പോലെ നടക്കരുത്. പുറത്തിറങ്ങുമ്പോഴും ഇത് നമ്മുടെ വായിൽ നിന്ന് വരണം. എന്നോട് ഒരിക്കലും ഒരു മകൻ പറഞ്ഞു, തിരുപ്പൂരിൽ നിന്ന്. ഓക്കെ, ഫാദർ, ഞാൻ ആരോട് സംസാരിച്ചാലും എനിക്കിപ്പോൾ വചനം സംസാരിക്കാനേ പറ്റുന്നില്ല. ഇത് പറഞ്ഞു തരുന്ന അറിയാമോ? ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയല്ല, അക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും കർത്താവിനെ സ്വീകരിച്ച് കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കി വന്ന ഒരാൾ. അതിന് എങ്ങനെ ബൈബിൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ വിതിൻ 1 or 2 months, 1-2 മാസത്തിനുള്ളിൽ അദ്ദേഹം ഇങ്ങനെ പറയുക, ഞാനിപ്പോൾ എവിടെ പോയാലും ആരോട് സംസാരിച്ചാലും വചനം പറയാതെ എനിക്ക് സംസാരിക്കാനേ പറ്റുന്നില്ല. എന്നാൽ പാരമ്പര്യ ക്രിസ്ത്യാനികളുടെ അവസ്ഥയാണെങ്കിലോ, വാ തുറക്കില്ല, ദൈവത്തെക്കുറിച്ച് പറയാൻ മടിയാണ്, താല്പര്യമില്ല, ഉത്സാഹമില്ല, ഒരു ഉണർവില്ല. ദൈവത്തെക്കുറിച്ച് പറയുവാൻ, കർത്താവിൻ്റെ മഹത്വത്തെ ഉയർത്തുവാൻ ദൈവജനത്തിന് ഒരു ഉത്സാഹം വേണം, ഒരു ഉണർവ് വേണം, ഒരു ഉന്മേഷം വേണം. നമ്മുടെ നാവ് കർത്താവിനെ പുകഴ്ത്തണം. സഭയിലും നമ്മുടെ നാവ് കർത്താവിനെ ആരാധിക്കണം, പുകഴ്ത്തണം. പുറത്ത് നമ്മുടെ മറ്റ് മേഖലകളിലും നമ്മുടെ നാവിൽ നിന്ന് ദൈവത്തിനുള്ള മഹത്വം പുറപ്പെട്ടു വരണം. ഹല്ലേലൂയ. എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തെ പുകഴ്ത്തുന്ന ഒരു പുകഴ്ച നമ്മിൽ നിന്നും വെളിപ്പെട്ടു വരട്ടെ. ദൈവത്തെ പുകഴ്ത്തുന്ന ഒരു പുകഴ്ച നമ്മിൽ നിന്നും പുറത്തു വരട്ടെ. അങ്ങനെ നമ്മുടെ നാവിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാമോ? അങ്ങനെ നമ്മുടെ നാവിനെ അഭ്യസിപ്പിക്കാമോ? ട്രെയിൻ ചെയ്യിപ്പിക്കാമോ? അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവ സാന്നിധ്യത്തെ കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവത്തെ അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ. വിശുദ്ധ മന്ദിരത്തിൽ. ഓക്കെ, തമിഴിൽ പറഞ്ഞേ ആ ഭാഗം. ദേവനെ അവരുടെ പരിശുദ്ധ സ്ഥലത്തിൽ തുതിയുங்கள். ഓക്കെ, ഇതിനെ 2 സെക്ഷനിൽ പറയാം. ഒന്ന്, ഇന്ന് നാം കൂടി വന്നിരിക്കുന്നു കർത്താവിൻ്റെ നാമത്തിൽ. കർത്താവിനെ ആരാധിപ്പാൻ വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലം. ഇത് ഒരു പരിശുദ്ധ സ്ഥലമാണ്. ഈ സ്ഥലത്തെക്കുറിച്ച് അനേകർ സാക്ഷി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ സമാധാനമില്ലാതിരുന്ന എനിക്ക് സമാധാനം കിട്ടി. വളരെ ഭാരത്തോടുകൂടെ വന്ന എൻ്റെ ഭാരമെല്ലാം മാറിപ്പോയി. വളരെ നിരാശയിൽ വന്ന എനിക്ക് എൻ്റെ നിരാശയെല്ലാം മാറി, ഞാൻ ഫ്രീ ആയി. വളരെ വേദനയിൽ വന്ന എൻ്റെ വേദന മാറിപ്പോയി. പനി പിടിച്ചു വന്നു, എനിക്ക് പനി മാറിപ്പോയി. ഇവിടെ വന്നപ്പോൾ തന്നെ പനി മാറിപ്പോയി. ഈ രീതിയിൽ അനേക സാക്ഷ്യങ്ങൾ ഈ സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷ നോക്കിയോ, പനി പിടിച്ചിരിക്കുമ്പോൾ ഇങ്ങ് വന്നാൽ മതി. ഇവിടെ ആരും വേണമെന്നില്ല. ഇവിടെ വരുമ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ആ അസ്വസ്ഥതകളൊക്കെ അങ്ങ് മാറും. അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ സ്ഥലം, ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലം. ഹല്ലേലൂയ. ദൈവജനത്തിന് ആ വിശുദ്ധ സ്ഥലത്തിൽ വരുവാനും അവിടെ ആയിരിക്കുവാനും ഒരു ഉത്സാഹം തോന്നും, ഒരു ആവേശം തോന്നും. അവരെ ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. അവർ ഓട്ടോമാറ്റിക്കലി അതുമായി ചുറ്റിപ്പറ്റി നിൽക്കും. കാരണം ആ ദൈവത്തിൻ്റെ മഹത്വത്തെ അവർക്കറിയാം. ആ ദൈവത്തിൻ്റെ മഹത്വം എവിടെ കാണുന്നുവോ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കണം. അടുത്തിരിക്കുന്ന കൈപിടിച്ച് പറഞ്ഞേ, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെ കാണുന്നുവോ
അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് ടൂർ വരുന്ന പോലെ വന്നാൽ പോരാ. ടൂർ വരുന്നത് നമ്മൾ എപ്പോഴും വല്ലപ്പോഴും ആണ് പോകുന്നത്, അല്ലേ? സ്ഥിരം ടൂറുകാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വല്ലപ്പോഴും ടൂർ പോകുന്ന ഒരു രീതി ആണ് പലർക്കും ഉള്ളത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കാര്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ളവർ വല്ലപ്പോഴും ടൂറിൽ പോകും. ജീവിതത്തിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ലാത്തവർ ഡെയിലി ടൂർ പോയിക്കൊണ്ടേയിരിക്കും. ഫൈൻ, ഓക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം, ആ സ്ഥലത്തിനൊരു വാല്യൂ, മൂല്യം ഉള്ളത്തിലുണ്ടാകണം. ആ സ്ഥലത്തെ ചുറ്റിപ്പറ്റി നിൽക്കണം. പഴയ നിയമത്തിൽ നമുക്ക് കാണാം, വിശുദ്ധ സ്ഥലം ദൈവാലയത്തെ തേടി ദൂരദേശങ്ങളിൽ നിന്നും യാത്ര ചെയ്ത അനേക ഭക്തന്മാർ അവിടെ പോകും. ഒരിക്കൽ ഹന്ന ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഹന്ന ദൈവാലയത്തിൽ മാത്രം പോയി പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയല്ല, വീട്ടിലും പ്രാർത്ഥിക്കാറുണ്ട്, ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു മഹത്വവും ഹന്നയ്ക്കറിയാം. ദൈവാലയത്തിൽ നേർച്ച കാഴ്ചകളുമായി പോയി ആ സ്ഥലത്ത് പോയി ദൈവത്തോട് തൻ്റെ വേദനകളെല്ലാം പറഞ്ഞ് ഹൃദയത്തെ പകരുകയാണ്. ആ സ്ഥലത്ത് വെച്ചാണ് തൻ്റെ ജീവിതത്തിൽ ഒരു ദൈവിക വിടുതലുണ്ടാകുന്നത്. അവിടുത്തെ പുരോഹിതൻ ചില ആശംസകൾ അറിയിച്ചത് തന്നെ അവളുടെ ജീവിതത്തിൽ വിടുതലായി മാറുകയാണ്. അവളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായത് മാറുകയാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ കരം വിശുദ്ധ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് വെളിപ്പെടും. അങ്ങനെ ചില വിശുദ്ധ സ്ഥലങ്ങളുണ്ട്. ആ വിശുദ്ധ സ്ഥലങ്ങളെ ആദരിക്കണം, ആ വിശുദ്ധ സ്ഥലത്തെ മാനിക്കണം, ആ വിശുദ്ധ സ്ഥലത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം ആസ്വദിക്കണം. ആ വിശുദ്ധ സ്ഥലത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ അതിനെ ചുറ്റിപ്പറ്റി നിന്നാൽ അതിൽ നിന്നും ദൈവജനത്തിന് വിടുതലെടുക്കാം. അവരുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റത്തെ കൊണ്ടുവരും. ഹല്ലേലൂയ. ചിലർക്ക് ഇവിടെ ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് അറിഞ്ഞാലും അതെടുക്കാനുള്ള ബുദ്ധി കാണില്ല. ദൈവ സാന്നിധ്യം ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്, അറിയാം, ദൈവ സാന്നിധ്യമുണ്ട്, ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള അറിവുണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷേ അതിനെ പ്രയോഗിച്ച് ഒരു ജീവിതത്തിലൊരു മാറ്റത്തെ കൊണ്ടുവരുവാനോ, ജീവിതത്തിൽ ഒരു വിടുതൽ സ്വന്തമാക്കുവാനോ, ഒരു നന്മ സ്വന്തമാക്കുവാനോ, അത് പ്രയോഗിക്കാനുള്ള വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനം പലർക്കും ഉണ്ടാകില്ല. ആ ജ്ഞാനം നമുക്കുണ്ടാകട്ടെ. എവിടെയാണോ ദൈവ സാന്നിധ്യം അറിയാൻ കഴിയുന്നത്, എവിടെയാണോ ദൈവമഹത്വം അറിയാൻ കഴിയുന്നത്, അത് ഏറ്റെടുക്കുവാൻ, അത് സ്വന്തമാക്കുവാനുള്ള ഒരു ജ്ഞാനം നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു, എവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നു, എവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു, എവിടെ ആ ദൈവത്തിൻ്റെ വെളിച്ചം ലഭിക്കുന്നു, അത് മിസ്സാക്കരുത്. അത് ഏറ്റെടുക്കണം, അത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഇനി വിശുദ്ധ മന്ദിരം എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ പോർഷൻ പറയട്ടെ. രണ്ടാമത്തെ പോർഷൻ നമ്മൾ തന്നെയും ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. അടുത്ത കഴിച്ച് പറഞ്ഞേ, നിങ്ങൾ തന്നെ ദൈവത്തിൻ്റെ ആലയമാണ്. ശ്രദ്ധിക്കുക. ആദ്യം എന്താ പറഞ്ഞേ? ഒരു സ്ഥലം, വേർതിരിക്കപ്പെട്ടൊരു സ്ഥലം, ദൈവമക്കൾ കൂടി വരുന്നൊരു സ്ഥലം, ദൈവ സാന്നിധ്യം ഇറങ്ങുന്നൊരു സ്ഥലം, ദൈവമഹത്വം വെളിപ്പെടുന്നൊരു സ്ഥലം, ദൈവശക്തിയാൽ രോഗികൾ സൗഖ്യമാകുന്നൊരു സ്ഥലം, ദൈവശക്തിയാൽ ഭൂതങ്ങൾ പുറത്തു പോകുന്നൊരു സ്ഥലം, ദൈവശക്തിയാൽ അവിടെ ദർശനങ്ങൾ, വെളിപ്പാടുകൾ ലഭിക്കുന്ന ഒരു സ്ഥലം, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ലഭിക്കുന്ന ഒരു സ്ഥലം, ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടാകുന്ന ഒരു സ്ഥലം. അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ അതും ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതമാണ്. അതുമാത്രമല്ല, നമ്മൾ ഓരോ വ്യക്തികളെ തന്നെയും ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാക്കി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എങ്കിൽ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, നമ്മൾ തന്നെ ഒരു വിശുദ്ധ സ്ഥലമായി, വിശുദ്ധ മന്ദിരമായി മാറും. ഹല്ലേലൂയ. വിശുദ്ധ സ്ഥലത്ത് വരുന്ന ഓരോ ദൈവമക്കളും അവർ തന്നെ ഒരു വിശുദ്ധ മന്ദിരമായി മാറണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധിയിൽ വസിക്കും. നമ്മെ തന്നെ നാം വിശുദ്ധീകരിച്ചാൽ, എങ്ങനെ വിശുദ്ധീകരിക്കാം? തിരുവചനത്താൽ വിശുദ്ധീകരിക്കാം. വചനങ്ങൾ ധ്യാനിച്ച് അതിനെ പ്രയോഗിക്കുന്ന, അത് ഏറ്റെടുക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകും. വചനം കേട്ടുകൊണ്ട് മാത്രം ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകില്ല. ഇന്ന് അനേക വിശ്വാസികളിൽ ചിലർ വചനം കേൾക്കുക മാത്രം ചെയ്യും. ഏത് വചനം കിട്ടിയാലും കേട്ടുകൊണ്ടേയിരിക്കും. എല്ലാ വചനങ്ങളെക്കുറിച്ചും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കും, ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കും. ഇന്ന് റിസർച്ചിങ് ബിലീവേഴ്സ് ധാരാളമുണ്ട്. എന്നാൽ ദൈവമക്കൾ റിസർച്ചിങ് ബിലീവേഴ്സായി ഇരിക്കുന്നതിനേക്കാൾ എൻജോയിങ് ബിലീവേഴ്സായി മാറണം. അത് അനുഭവിക്കുന്ന, അത് സ്വന്തമാക്കുന്ന വിശ്വാസികളായി മാറണം. റിസർച്ചിങ് ബിലീവേഴ്സ് ആണോ എൻജോയിങ് ബിലീവേഴ്സ് ആണോ?
ഗവേഷണം നടത്തുന്ന വിശ്വാസികളാണോ അല്ല ദൈവസാന്നിധ്യത്തെ ആസ്വദിക്കുന്ന വിശ്വാസികളാണോ? ആരെ? നിങ്ങൾ അങ്ങനെയാണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആശീർവാദം വളരെയധികം വർദ്ധിക്കും. ഹല്ലേലൂയ. കഷ്ടകാലം ദീർഘകാലമായി മാറില്ല, അത് അല്പകാലമായി മാറും. അല്പകാലം കൊണ്ട് കഷ്ടകാലങ്ങളിൽ നിന്നും പുറത്തു വരാം. ഹല്ലേലൂയ. ജീവിതകാലം മുഴുവനും കഷ്ടതയിൽ കിടക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആത്മീകമായി വളർച്ചയില്ല, ആത്മീകമായി മുന്നേറ്റമില്ല. അതുകൊണ്ട് കഷ്ടതയുടെ കാലങ്ങളിൽ നിന്നും പുറത്തു വരുന്നില്ല. ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്, എന്നാൽ ലോകത്തെ ജയിച്ച ഒരു ജയം യേശുവിലുണ്ട്. ആ യേശുവിലുള്ള ഒരു ജയം ഏറ്റെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വളർച്ച വരാത്തത് കൊണ്ട് ജീവിതകാലം മുഴുവനും കഷ്ടതയിൽ തന്നെ കിടക്കുവാനാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത കൈപിടിച്ച് പറഞ്ഞേ, കഷ്ടകാലം അല്പകാലം, ദൈവരാജ്യം നിത്യമായി. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ ആ ദൈവരാജ്യം നിങ്ങൾ അനുഭവിക്കണം. എന്നു തീരും എൻ്റെ കഷ്ടം ഇന്നീ മണ്ണിലേ എന്ന് പാടി കർത്താവിൻ്റെ വരവിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്നുള്ള മെൻറ്റാലിറ്റി, ആ മൈൻഡ് സെറ്റപ്പ് ഒന്ന് മാറ്റണം. കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി എപ്പോൾ വേണമെങ്കിലും പ്രവർത്തിക്കും. കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി എന്തു വേണമെങ്കിലും പ്രവർത്തിക്കും. എന്തുകൊണ്ടാണ് നമ്മളൊന്ന് അംഗീകരിച്ചുകൂടാ? മനസ്സിന് എന്തുകൊണ്ട് വിട്ടുകൊടുത്തുകൂടാ? നമ്മുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ മഹത്വം വലുതാണ്. കർത്താവിൻ്റെ കരം മഹത്വത്തിൻ്റെ കരമാണ്, അത് അത്ഭുതത്തിൻ്റെ കരമാണ്. ആർക്കു വേണ്ടിയും എപ്പോൾ വേണമെങ്കിലും എന്തു വേണമെങ്കിലും പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മഹത്വത്തിൻ്റെ കരമാണ് ദൈവത്തിൻ്റെ കരം. നമ്മുടെ മനസ്സൊന്ന് വിട്ടുകൊടുത്താൽ ദൈവപ്രവൃത്തി ശക്തമായി വെളിപ്പെടും. നമ്മുടെ മനസ്സിൽ നമ്മളൊരു പിടുത്തം വെച്ചിരുന്നാൽ ദൈവപ്രവൃത്തി വെളിപ്പെടില്ല. മനസ്സ് വിട്ടുകൊടുക്കുന്നവർക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഹൃദയം തുറന്നു കൊടുക്കുന്നവർക്കായി ദൈവത്തിൻ്റെ കരം ചലിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരം ഒന്ന് തൊട്ടാൽ മതി അത്ഭുതങ്ങൾ നടക്കും. കർത്താവിൻ്റെ കരം ഒന്ന് തൊട്ടാൽ മതി വിടുതൽ നടക്കും. കർത്താവിൻ്റെ കരം ഒന്ന് ചലിച്ചാൽ മതി വലിയ ദൈവപ്രവൃത്തികൾ നടക്കും. അവസ്ഥകൾക്കെല്ലാം മാറ്റമുണ്ടാകും. ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ മഹത്വം സകല ബുദ്ധിയെയും കവിയുന്നതാണ്, യുക്തിയെ കവിയുന്നതാണ്. മനുഷ്യൻ്റെ അതിർവരമ്പുകളിൽ നിൽക്കുന്നതല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി, അതിനപ്പുറമുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ മന്ദിരം, നാം ഇന്ന് കൂടി വന്നിരിക്കുന്ന സ്ഥലം തന്നെ ഒരു വിശുദ്ധ മന്ദിരമെന്ന് അറിഞ്ഞ മക്കൾ അനേകരുണ്ട്, ആസ്വദിക്കുന്ന മക്കൾ അനേകരുണ്ട്, അത് ഗ്രഹിക്കുന്ന മക്കൾ അനേകരുണ്ട്. മാത്രമല്ല നമ്മൾ തന്നെയും ഒരു വിശുദ്ധ മന്ദിരമായി മാറണമെന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മെ വിശുദ്ധീകരിപ്പാൻ, നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിപ്പാൻ, നമ്മുടെ മനോഭാവത്തെ വിശുദ്ധീകരിപ്പാൻ, നമ്മുടെ സ്വഭാവത്തെ വിശുദ്ധീകരിപ്പാൻ, നമ്മുടെ ചിന്താഗതികളെ വിശുദ്ധീകരിപ്പാൻ തിരുവചനങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം. തിരുവചനങ്ങൾ ഏറ്റെടുത്താൽ സ്വഭാവം മാറും. തിരുവചനങ്ങൾ ഏറ്റെടുത്താൽ മനോഭാവം മാറും. തിരുവചനങ്ങൾ ഏറ്റെടുത്താൽ ആറ്റിറ്റ്യൂഡ്, മെൻറ്റാലിറ്റി എല്ലാം മാറും. തിരുവചനം അറിഞ്ഞാൽ മാറണമെന്നില്ല, അറിഞ്ഞ വചനത്തെ ഏറ്റെടുത്താൽ മാറും. ഹല്ലേലൂയ. ഇന്നത്തെ ദൈവസഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? സ്വഭാവം മാറണം. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നാൽ പോരാ, അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ യേശു ജീവിക്കുന്നുവെന്നും യേശു കർത്താവ് പ്രവർത്തിക്കുന്നുവെന്നും സഭ കാണുന്നുണ്ട്. എന്നാൽ അത് മാത്രം പോരാ, അതിനപ്പുറം ആ ദൈവത്തിൻ്റെ മഹത്വത്തെ ചുമക്കണമെങ്കിൽ സ്വഭാവത്തിലൊരു മാറ്റമുണ്ടാകണം, ചിന്താഗതിയിലൊരു മാറ്റമുണ്ടാകണം, മാനസികാവസ്ഥയിലൊരു മാറ്റമുണ്ടാകണം. ഈ ഏരിയയിൽ മാറ്റം വന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ചുമക്കുവാൻ, വഹിക്കുവാൻ കഴിയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുവാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് വസിക്കുകയില്ല. പരിശുദ്ധാത്മാവ് വന്നു പോകുന്ന അവസ്ഥയിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. അനേകർക്ക് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വാസം ചെയ്യുന്ന അനുഭവമില്ല, വന്നു പോകുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. കാരണം അവർക്കും ജീവിതത്തിൽ ദൈവത്തിന് അത്രേ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വസിക്കുകയില്ല, വന്നു പോവുകയുള്ളൂ. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. കർത്താവ് അത് ചെയ്യും. ആരാധിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കും, സ്തുതിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യം വ്യാപരിക്കും. കർത്താവിനെ ജനം ഒന്നു ചേർന്ന് മഹത്വപ്പെടുന്ന സ്ഥലത്ത് ദൈവ സാന്നിധ്യം വ്യാപരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു പോകുവാനല്ല, കർത്താവ് അവിടെ മാത്രം ഉണ്ടാകുവാനല്ല, പകരം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഉള്ളത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ജീവിതത്തിൽ മുഴുവനും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ ഒരുക്കാമോ?
നാം തന്നെ ഒരു വിശുദ്ധ മന്ദിരമായി മാറാം. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരം, ഐ ആം ദ ഹൗസ് ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ആ ലെവലിൽ നമ്മെ ഒന്ന് വിട്ടുകൊടുക്കാമോ? അവസ്ഥകൾക്ക് വലിയ മാറ്റമുണ്ടാകും. ദൈവവചനം ഏറ്റെടുക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ മഹത്വം വെളിപ്പെടും. ദൈവവചനം ഏറ്റെടുക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അവസ്ഥകൾക്ക് മാറ്റം വരും. ദൈവവചനം ഏറ്റെടുക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ആമേൻ ആർക്കും സഹായിപ്പാൻ കഴിയാതിരിക്കുന്ന വിഷയങ്ങളിൽ പോലും ദൈവത്തിൻ്റെ സഹായം ആ ദൈവമക്കൾ സ്വന്തമാക്കും. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ, വിടുതലുകൾ, നന്മകൾ കണ്ട ദൈവജനം തുടർന്ന് നിങ്ങൾ തന്നെ ഒരു ദൈവത്തിൻ്റെ മന്ദിരമായി, ദൈവത്തിൻ്റെ ആലയമായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെയും പരിപാലിക്കുന്നവരായി മുന്നേറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കൊരു വിശുദ്ധ മന്ദിരമായി മാറാം. താങ്ക് യു ലോർഡ് ജീസസ്. അതിൻ്റെ രണ്ടാം വാക്യത്തിൽ വചനം പറയുന്നു, അവിടുത്തെ വീര്യപ്രവൃത്തികൾ നിമിത്തം ദൈവത്തെ സ്തുതിപ്പിൻ. അവിടുത്തെ വീര്യപ്രവൃത്തികൾ നിമിത്തം കർത്താവ് എന്ത് ചെയ്യുന്നു? അനേക വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു അല്ലേ? ഇന്ന് നാം കേട്ടൊരു സാക്ഷിയുണ്ട്. ഒരു മാതാവ് പറഞ്ഞു, ഒരു വ്രണം കാരണം ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ പറഞ്ഞു അവിടുത്തെ ഡോക്ടർ പറ്റില്ല, വേറെ 2 ഡോക്ടർ വന്നെങ്കിൽ മാത്രമേ അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അവർ കെട്ടിവെച്ച് വിട്ടു. അടുത്ത ദിവസം ആ വേറെ 2 ഡോക്ടർമാർ വന്നു. അത് പ്രാർത്ഥിച്ചതിന് ശേഷം പോയി. ആ കെട്ടഴിച്ച് നോക്കിയപ്പോൾ ആ വ്രണം അവിടെ ഇല്ല. അത് ചത വന്ന് മൂടി അത് ക്ലോസ് ആയിരിക്കുകയാണ്. സ്പെഷ്യലിസ്റ്റുകൾ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ വ്രണം അവിടെ ഇല്ല. ഇതാണ് ആ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. വീര്യപ്രവൃത്തികൾ കണ്ട ദൈവജനം, വീര്യപ്രവൃത്തികൾ അനുഭവിച്ച ദൈവജനം വിശുദ്ധ മന്ദിരമാകുവാണ്ടൊക്കെ തിരുവചനങ്ങളെ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന ദൈവജനത്തിൻ്റെ മേലും വചനം ഏറ്റെടുക്കുന്ന ദൈവജനത്തിൻ്റെ മേലും ദൈവ സാന്നിധ്യം വർദ്ധിക്കും. ദൈവ സാന്നിധ്യം വർദ്ധിക്കുന്തോറും ഒരു ആത്മീകമായ ഒരു വളർച്ചയുണ്ടാകും. ക്രിസ്തുവാകുന്ന തലയോളം നമ്മൾ വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മിൽ വളർച്ച ഉണ്ടാകുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കും. ഒരു ദൈവ സാന്നിധ്യം നിറഞ്ഞൊരു ദൈവ പൈതൽ ഒരു ദേശത്തുണ്ടെങ്കിൽ ആ ദൈവ പൈതലിൻ്റെ മേൽ എത്ര ദൈവ സാന്നിധ്യമുണ്ടോ അതിന് തക്കവണ്ണമുള്ള അളവിൽ ഒരു ദൈവപ്രവൃത്തി ആ ദേശത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവ സാന്നിധ്യം നമ്മിൽ നിറഞ്ഞിരിക്കുവാനൊക്കവണ്ണം നമുക്ക് നമ്മെ ഒരുക്കാമോ? ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മിൽ വർദ്ധിക്കുന്നു. വചനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മിൽ വർദ്ധിക്കുന്നു. മാനസാന്തരപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ അംഗീകാരം നമുക്ക് ലഭിക്കുന്നു. ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ വർദ്ധിക്കുന്നു. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നമ്മിൽ വർദ്ധിക്കട്ടെ. ആ സാന്നിധ്യം എനിക്ക് മതിയെന്ന് ആഗ്രഹിക്കാമോ? ആ സാന്നിധ്യം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കാമോ? കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹൃദയം അടഞ്ഞിരുന്നാൽ ആ സാന്നിധ്യം സ്വന്തമാക്കാൻ പറ്റില്ല. അതിനായി ദാഹിച്ച് ആഗ്രഹിച്ചാൽ ആ സാന്നിധ്യം നമ്മെ നിറയ്ക്കും. ആ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം കർത്താവിൻ്റെ ആലയത്തിൽ ഇരിക്കുമ്പോൾ, ആരാധിക്കുവാനിരിക്കുമ്പോൾ ദൈവമക്കളുടെ ഉള്ളിൽ വേണം. ഞാൻ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ നിറയ്ക്കണം. ദൈവത്തിൻ്റെ കൃപ എന്നെ നിറയ്ക്കണം. ദൈവത്തിൻ്റെ അഭിഷേകം എന്നെ നിറയ്ക്കണം. ദൈവത്തിൻ്റെ ശക്തി എന്നെ നിറയ്ക്കണം. ദൈവത്തിൻ്റെ തേജസ് എന്നെ നിറയ്ക്കണം. ദൈവത്തിൻ്റെ മഹത്വം എന്നെ നിറയണം. ഈ ദാഹത്തോടുകൂടെ കർത്താവിൻ്റെ പാദത്തിലിരിക്കാമോ? നാം ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ ആത്മാവിൽ ബലപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും സഹായങ്ങളും വർദ്ധിക്കും. ദൈവദൂതന്മാർ ഇറങ്ങി തുടങ്ങും. ദൈവദൂതന്മാർ വെളിപ്പെട്ടു തുടങ്ങും. ആ ദൈവ സാന്നിധ്യം വെളിപ്പെടുവാനൊക്കെ ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ ആലയത്തെ, വിശുദ്ധ മന്ദിരത്തെ ബഹുമാനിക്കുന്ന ഒരു മൈൻഡ് നമുക്ക് വേണം. നമ്മൾ തന്നെ ഈ വിശുദ്ധ മന്ദിരമായി മാറുവാനൊക്കെ നമ്മെ നാം സമർപ്പിക്കണം. എങ്കിൽ ദൈവ സാന്നിധ്യം വർദ്ധിക്കും. ദൈവ സാന്നിധ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വർദ്ധിക്കും. ഹല്ലേലൂയ. 2-ാം വാക്യത്തിൽ നാം വായിച്ചതുപോലെ വീര്യപ്രവൃത്തികൾ, ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മൾ അനേകം സ്വന്തമാക്കിയിട്ടുണ്ട്. ഓരോ ജീവിതങ്ങളിലും കർത്താവിൻ്റെ അത്ഭുതകരമായ കാര്യങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് പറയുവാൻ സാധിക്കും ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ ചെയ്തിട്ടുണ്ടെന്ന്? ഓക്കെ, എല്ലാ കരങ്ങളും ഉയരുന്നുണ്ട്. വിശ്വാസത്താൽ പറയുന്നതല്ല, തെളിച്ചത്തോടുകൂടെ, അതായത് വ്യക്തതയോടുകൂടെ ഇന്ന കാര്യം കർത്താവിൻ്റെ ജീവിതത്തിൽ ചെയ്തു, ഇത് അത്ഭുതമാണ് എന്ന് പറയാൻ കഴിയണം. അങ്ങനെ ആർക്കൊക്കെ പറയാൻ കഴിയും? കരങ്ങൾ ഉയർത്തിക്കുക. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് എൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്തു, കർത്താവ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ ചെയ്തു. അത് ദൈവത്തിൻ്റെ മഹത്വത്തെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ്. എന്തിനാണെന്നറിയാമോ? നാം ഒരു വിശുദ്ധ മന്ദിരമാകുവാൻ വേണ്ടിയിട്ട്.
നാം കർത്താവിൻ്റെ ആത്മാവിനെ ചുമക്കുന്ന ഒരു വിശുദ്ധ മന്ദിരമാകുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്കായി അത്ഭുതത്തെ ചെയ്തിരിക്കുന്നത്. എല്ലാ കണ്ണുകളും ഇവിടെ നോക്കിയിരിക്കണം, ആരും അങ്ങുമിങ്ങും നോക്കിയിരിക്കരുത്. ഓക്കെ, ഇത് വായി നോട്ടത്തിനുള്ള സ്ഥലമല്ല, ഇത് കർത്താവിനെ സ്തുതിക്കുവാനുള്ള സ്ഥലമാണ്. അടുത്ത കൈപിടിച്ച് പറഞ്ഞേ, ഇത് അങ്ങുമിങ്ങും നോക്കാനുള്ള സ്ഥലമല്ല, ഇത് ആരാധിക്കാനുള്ള സ്ഥലമാണ്, സ്തുതിക്കുവാനുള്ള സ്ഥലമാണ്, വചനം ധ്യാനിക്കുവാനുള്ള സ്ഥലമാണ്. മതി മതി. ചില ആളുകൾ എത്ര പറഞ്ഞാലും മന്ദബുദ്ധികളെ പോലെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയപടിയാകും. എന്നാൽ അടിക്കടി ഇതിനെ ചാർജ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ മുഷിയേണ്ട. നിങ്ങൾക്കത് ഈ കാര്യങ്ങൾ പറയും തോറും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും തോറും മടുത്തും പോകണ്ട. അതൊരു ആവേശമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടുത്തിരിക്കുന്നവരെ ശല്യം ചെയ്യിപ്പിക്കും. ഓക്കെ, കാരണം നിങ്ങൾ ഉറങ്ങുന്നോ, മൈൻഡ് എവിടെയെങ്കിലും പോകുന്നോ എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി, ഒരാളിനെ കുറിച്ച് എനിക്ക് അങ്ങനെ തോന്നിയാലും ഞാൻ എല്ലാവരെയും ശല്യപ്പെടുത്തും. ഐ ആം സോറി ഫോർ ദാറ്റ്. ശരി, ഓക്കെ, കം ബാക്ക്. അപ്പോൾ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ, മഹത്വകരമായ പ്രവർത്തനങ്ങൾ തൻ്റെ മക്കൾക്കായി കർത്താവ് ചെയ്തിട്ടുണ്ട്. ആമേൻ. ജീവിക്കുന്ന സാക്ഷികൾ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. സാക്ഷ്യങ്ങളില്ലാത്തത് കൊണ്ടല്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ദൈവത്തിൻ്റെ മഹത്വം കണ്ടവരാണ്, മഹത്വം അറിഞ്ഞവരാണ്. എന്നാൽ ഇതിൻ്റെ ഒരു മടങ്ങോ 2 മടങ്ങോ അതിലധികമോ പോലും ദൈവമഹത്വം കണ്ട് നന്ദിയില്ലാതെ പോയവരുണ്ട്. നന്മകൾ പ്രാപിച്ചിട്ടും ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ മനസ്സില്ലാതെ നന്ദിയില്ലാത്തൊരു കൂട്ടം വർഗവും നമുക്ക് നമ്മുടെ ചുറ്റും കാണാം. ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതത്തെ ചെയ്താൽ നന്ദി വേണം. ദൈവത്തെ ആരാധിക്കുവാൻ നിനക്കൊരു മനസ്സ് വേണം. ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമാണ് കർത്താവ് ഒരു അത്ഭുതത്തെ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. പല സാക്ഷ്യങ്ങളെ നിങ്ങൾ ഇവിടെ റീസെൻ്റ്ലി കേട്ടിട്ടുണ്ടാകും. പലരും മരണകരമായ കാര്യങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ പോലും ഇന്ന് ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, IC യൂണിറ്റിൽ കിടന്നവർ, മജിസ്ട്രേറ്റ് മൊഴിയെടുത്തിട്ടും മരണത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടവർ ഇന്നിവിടെ ആരാധിക്കുവാനില്ല. എന്തുകൊണ്ട്? ഞാൻ പറയും നന്ദിയില്ലാത്തത് കൊണ്ടെന്ന്. വേറെ കാരണങ്ങളുണ്ടെങ്കിൽ അവർ പറയട്ടെ. അടുത്ത് ഒരു ലങ്സ്. സേവ്യർ ബ്രദർ വന്നിട്ടുണ്ടോ? ഇല്ലായിരിക്കാം. ഞാൻ വിസിറ്റിങ്ങിന് പോകുമ്പോഴും ബ്രദറിനെ അവിടെ കാണാൻ പറ്റുന്നില്ല. ലങ്സ് ചുരുങ്ങിപ്പോയി, ഇനി ജീവിക്കയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ വീട്ടിലേക്ക് വിട്ടു, ഇനി ചികിത്സയില്ല എന്ന് പറഞ്ഞ്. എന്നാൽ ആരാധിക്കുവാൻ കാണുന്നില്ല. ചില എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നന്ദി വേണം. ദൈവം നിൻ്റെ ജീവിതത്തിലൊരു അത്ഭുതം ചെയ്താൽ, ദൈവം നിൻ്റെ ജീവിതത്തിലൊരു വിടുതൽ തന്നാൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി വാങ്ങി സ്വന്തം വഴിക്ക് പോകുവാനല്ല, ദൈവത്തിൽ നിന്നും നന്മകൾ പ്രാപിക്കുന്നത് കർത്താവിൻ്റെ പാദത്തിൽ ജീവിതത്തെ സമർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നന്ദിയില്ലാത്ത വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനല്ല ദൈവത്തിൻ്റെ മഹത്വമുള്ളത്. യേശു ജീവിക്കുന്നു, യേശു സൗഖ്യമാക്കുന്നു, ശരിയാണ്. പക്ഷേ ആർക്കാണ് ഈ അപ്പം? ഇത് മക്കൾക്കുള്ള അപ്പമാണ്. നന്ദിയില്ലാതെ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൾ കുട്ടികൾക്കുള്ളതല്ല ഈ അപ്പം എന്ന് പറയുന്നത്. ഈ അപ്പം അത് മക്കൾക്കുള്ള അപ്പം. മക്കൾ മേശയെങ്കിൽ കാണും. ദൈവത്തിൻ്റെ വചനം വിളമ്പുമ്പോൾ, കർത്താവിനെ സ്തുതിക്കുമ്പോൾ, സ്വന്തം ഭവനത്തിൽ, ആലയത്തിൽ, ദൈവാലയത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും വചനം ധ്യാനിക്കുവാനും കർത്താവിൻ്റെ മക്കളോട് കൂട്ടായ്മ ആചരിപ്പാനും ആലയത്തിങ്കൽ കാണും, മേശയെങ്കിൽ കാണും. അതാണ് മക്കൾ. അടുത്ത വിളിച്ച് പറഞ്ഞേ, ഇത് മക്കൾക്കുള്ള അപ്പം, നായ്ക്കുട്ടികൾക്കുള്ളതല്ല. ഞാനല്ല, എൻ്റെ വാക്കുകളല്ല ഇത് കർത്താവിൻ്റെ വാക്കുകളാണ്. ആർക്കുള്ളതല്ല? നായ്ക്കുട്ടികളല്ല. ഒന്നുകൂടെ അടുത്തിരിക്കുന്ന കൈ പിടിച്ച് പറഞ്ഞേ, നായ്ക്കുട്ടിയാകരുത്. ഇവിടെ ഇരിക്കുന്ന എല്ലാം മക്കളാണ്. മക്കളായതുകൊണ്ടാണ് മേശയെങ്കിൽ ഇരിക്കുന്നത്. ഇത് മേശയാണ്, ഇത് വിരുന്നാണ്, വിരുന്നൊരുക്കുകയാണ്. വിരുന്നിൽ ആരാധനയുണ്ട്, സ്തുതിയുണ്ട്, ദൈവത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കും, ദൈവശക്തി വ്യാപരിക്കും, കർത്താവിൻ്റെ കരം ചലിക്കും. ആമേൻ. വചനം വെളിപ്പെടും. അനേകമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദൈവാലയത്തിൽ വെളിപ്പെടും, മേശയെങ്കിൽ വെളിപ്പെടും. അത് ഭക്ഷിക്കുവാൻ, അത് ഏറ്റെടുക്കുവാൻ മക്കളുണ്ടാകും. ഹല്ലേലൂയ. നായ്ക്കുട്ടികൾ ഇവിടെ നിന്ന് വീഴുന്ന ചില സാധനങ്ങൾ എടുത്തുകൊണ്ട് ഓടിപ്പോകും. ഞാൻ പഴയ കാലത്തിലുള്ള കല്യാണ വീടുകൾ ഓർമ്മിക്കുന്നുണ്ട്. അതായത് ഇലയിട്ട്, ഈ കാലത്തിൽ അതുണ്ടാവില്ല, ഇലയിട്ട് കല്യാണ സദ്യ കഴിച്ചതിന് ശേഷം വീടുകളിലായിരിക്കും കല്യാണത്തിൻ്റെ പന്തൽ കെട്ടുക, അല്ലേ?
എന്നിട്ട് ധാരാളം ബന്ധുമിത്രാദികളെല്ലാം ചേർന്നായിരിക്കും അവിടെ വിളമ്പുന്നത്. ഇന്നത്തെ പോലെ കാറ്ററിംഗ് സർവീസും കാര്യങ്ങളും ഉണ്ടാകില്ല. അപ്പോൾ ഈ ഇലകളെല്ലാം കൊണ്ട് തെങ്ങിൻ്റെ മുട്ടിലോ എവിടെയെങ്കിലും ഇട്ടിട്ട് അടുത്ത് പോയി കൈ കഴുകുന്ന സമയത്ത് അതിലുള്ള എച്ചിൽ ഭക്ഷിക്കുവാനായിട്ട് കുറേ നായ്ക്കൂട്ടമുണ്ടാകും. ഒരു നായ് ഓടി വരും, ഒന്ന് നക്കിയിട്ട് പോകും എച്ചിൽ. ഒരാൾ വന്ന് ഓടുപട്ടി എന്ന് പറഞ്ഞ് ഓടിക്കും. ഓക്കെ, അത് ആ സമയം മാത്രം ഓടിയിട്ട് ഇയാൾ മാറുമ്പോൾ വീണ്ടും അത് തിരിച്ചു വരും. ഇതാണ് ആര്? നായ്ക്കുട്ടികൾ. എന്നാൽ ആ കല്യാണത്തിന് വന്ന ഗസ്റ്റ് എന്താണ് ചെയ്യുന്നത്? അവർ ഈ രീതിയിലാണോ ആഹാരം കഴിക്കുന്നത്? അല്ല. അവർ എങ്ങനെ ആഹാരം കഴിക്കുന്നേ? മേശയിങ്കലിരുന്ന് ആഹാരം കഴിക്കും. ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു ഉദാഹരണമാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നായ്ക്കുട്ടികൾ അവരും നന്മ എടുക്കും, പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ള ഒരു നന്മയായിരിക്കില്ല. അവർ ആ ഒരു വിശപ്പ് മാത്രം മാറുവാൻ, ആ കാര്യം മാത്രം നടക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്, ആ നായ്ക്കുട്ടികൾ വരുന്നത്. എന്നാൽ മക്കൾ അങ്ങനെയല്ല. മക്കൾ അവർ എല്ലാ കാലത്തും അവിടെ തന്നെ വാസം ചെയ്യുന്നവരാണ്, അപ്പനോട് കൂടെ വസിക്കുന്നവരാണ്. അവർക്ക് ആ അപ്പൻ മതി, അവർക്ക് ആ കർത്താവ് മതി, അവർക്ക് ആ കർത്താവിനെ ആരാധിക്കുന്നത് മതി, അവർക്ക് ആ കർത്താവിനെ സ്തുതിക്കുന്നത് മതി. അവർക്ക് കാര്യസാധ്യത്തിനല്ല, വിശപ്പ് മാറാനല്ല. ആഹാരം കിട്ടിയാലും ആഹാരം കിട്ടിയില്ലെങ്കിലും അപ്പൻ്റെ സന്നിധിയിൽ ഞാൻ ഉണ്ടാകും, അപ്പനെ ഞാൻ സ്തുതിക്കും, അപ്പനെ ഞാൻ ആരാധിക്കും എന്ന് മക്കൾ പറയും. മക്കളാണോ നായ്ക്കുട്ടിയാണോ എന്ന് ശോധന ചെയ്യണം. നായ്ക്കുട്ടിക്ക് കാര്യസാധ്യം മാത്രം, എന്നാൽ മക്കൾ അപ്പൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞിരിക്കും. ഹല്ലേലൂയ. எந்த காலத்திலும் எந்த நேரத்திலும் நன்றியால் உம்மை நான் துதிப்பேன் இந்த வேளையிலும் துதிப்பேன். இயேசுவே உம்மை நான் துதிப்பேன் எந்த வேளையிலும் തുതിപ്പേൻ. ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഇതാണ് മക്കൾ. ഹല്ലേലൂയ. മക്കൾക്ക് സ്തുതിക്കുന്നതിൽ ഒരു ഇഷ്ടമുണ്ടാകും, മക്കൾക്ക് സ്തുതിക്കുന്നതിൽ ഒരു ആവേശമുണ്ടാകും. ഹല്ലേലൂയ. നായ്ക്കുട്ടികൾക്ക് അതുണ്ടാകില്ല. നായ്ക്കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാണ്. പല പ്രാവശ്യവും അവർ ബുദ്ധിമുട്ടിയായിരിക്കും സ്തുതിക്കുന്നത്. അവർക്ക് കഷ്ടപ്പാടാണ്. മറ്റു പല കാര്യങ്ങൾക്കുമായിരിക്കും നായ്ക്കുട്ടികൾക്ക് ഉത്സാഹം, മറ്റു പല കാര്യങ്ങൾക്കുമായിരിക്കും നായ്ക്കുട്ടികൾക്ക് ആവേശം. എന്നാൽ മക്കൾക്ക് സ്തുതിക്കുന്നത് ഉത്സാഹമായിരിക്കും, ആരാധിക്കുന്നത് ഉത്സാഹമായിരിക്കും, കർത്താവിൻ്റെ പാദത്തിൽ ഇരിക്കുന്നത് ഉത്സാഹമായിരിക്കും. കർത്താവിൻ്റെ പാദത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം നായ്ക്കുട്ടികൾ എന്ന പൊസിഷനിലേക്ക് പോകാതെ വണ്ണം, മക്കൾ എന്ന പദവി തന്നെ നിലനിർത്തുവാണ്ടൊക്കെ വേണം ഒരു സമർപ്പണവും സ്നേഹവും കുറഞ്ഞു പോകാതെ വേണം നമ്മെ തന്നെ പരിപാലിക്കണം. ഹല്ലേലൂയ. വീര്യപ്രവൃത്തികൾ ദൈവത്തിനുണ്ട്. ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. എന്നാൽ അത് പ്രാപിക്കുന്ന ദൈവജനത്തിന് നന്ദിയുണ്ടോ എന്നുള്ളതിലാണ് കർത്താവ് നോക്കുന്നത്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുവാൻ, നന്മകൾ ലഭിച്ച സ്ഥലത്തെ മാനിക്കുവാൻ, നന്മകൾ പ്രാപിച്ച വ്യക്തികളെ മാനിക്കുവാൻ ഉള്ള ഒരു നല്ല ഹൃദയം, സ്നേഹമുള്ള ഹൃദയം ദൈവമക്കളിൽ നഷ്ടപ്പെട്ടു പോകരുത്. എന്നാൽ കർത്താവ് ചെയ്ത വീര്യപ്രവൃത്തികൾ നിമിത്തം ആര് ദൈവത്തെ സ്തുതിക്കും? ദൈവജനം കർത്താവിനെ ദൈവത്തെ സ്തുതിക്കും. മക്കൾ ദൈവത്തെ സ്തുതിക്കും. വീര്യപ്രവൃത്തികൾ നിമിത്തം ചെയ്ത നന്മകളെ ഓർമ്മിക്കുന്നത് ആരാണ്? മക്കൾ. നന്ദിയില്ലാത്തവർ അവർ മക്കളല്ല. അവർ കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ നായ്ക്കുട്ടികളുടെ ഗണത്തിൽ പെടുന്നവരാണ്. അവർക്ക് ചെയ്ത നന്മയെക്കുറിച്ച് ഓർമ്മയുണ്ടാകില്ല. ഒരു പ്രയാസം വരുമ്പോൾ മാത്രം ഇസ്രായേൽ മക്കളെ പോലെ ഇങ്ങനെയാണ്. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിച്ചു. ദൈവം അങ്ങനെയാണ്, വിടുവിക്കുന്നു. നിലവിളിക്കുമ്പോൾ വിടുവിക്കുന്നു, കഷ്ടതയിൽ രക്ഷിക്കുന്നു, കഷ്ടതയിൽ പ്രവർത്തിക്കുന്നു. കർത്താവ് എത്ര കാരുണ്യവാനാണ്, എത്ര മനസ്സിലുള്ളവനാണ്, എത്ര സ്നേഹവാനാണ്. എന്നാൽ അത് പ്രാപിക്കുന്ന ദൈവജനത്തിനും ആ സ്നേഹമുണ്ടാകണം, ആ നന്ദി ഉണ്ടാകണം. ഏത് അഭിഷിക്തരിലൂടെയാണ്, ഏത് കൂട്ടായ്മകളിലൂടെയാണ്
നിങ്ങളുടെ ജീവിതങ്ങളിൽ വിടുതലുണ്ടായത്, നിങ്ങളുടെ ജീവിതങ്ങളിൽ വഴിത്തിരിവുണ്ടായത്, അവിടവുമായി ചേർന്ന് നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരു ജ്ഞാനമുണ്ടാകട്ടെ, ഒരു വെളിച്ചമുണ്ടാകട്ടെ, കണ്ണൊന്ന് തുറന്നു വരട്ടെ. ഇന്നത്തെ പല വിശ്വാസികളും അനുഗ്രഹിക്കപ്പെടാതിരിക്കുവാൻ കാരണം നന്ദിയില്ലായ്മയാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നും നന്മകളും വീര്യപ്രവൃത്തികളും പ്രാപിച്ചിട്ട് നന്ദിയില്ലാത്ത പെരുമാറ്റം, നന്ദിയില്ലാത്ത സംസാരം, നന്ദിയില്ലാത്ത ജീവിതം, അങ്ങനെ ആകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി തുടർന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. നന്ദിയുള്ളവരെ കർത്താവ് വീണ്ടും വീണ്ടും അനുഗ്രഹിക്കും. നന്ദിയുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വവും സാന്നിധ്യവും വീണ്ടും വീണ്ടും ഉണ്ടാകും. എന്നാൽ നന്ദിയില്ലാത്തവരുടെ മേൽ അത് കുറഞ്ഞു കുറഞ്ഞു പോകും, അവസാനം ഇല്ലാതെ പോകും. ഹല്ലേലൂയ. നാം 10 കന്യകമാരുടെ വിളക്കുമായി കാത്തിരിക്കുന്ന 10 കന്യകമാരുടെ ഉപമയെക്കുറിച്ച് നാം ചിന്തിച്ചു. അതിൽ 5 കന്യകമാർ ബുദ്ധിയുള്ളവർ. അവരുടെ വിളക്കിൽ എന്തുണ്ടായിരുന്നു? എണ്ണയുണ്ടായിരുന്നു. 5 പേർ ബുദ്ധിയില്ലാത്തവർ, അവരുടെ വിളക്കിൽ എണ്ണ ഇല്ലായിരുന്നു. ഓക്കെ, എന്താണ് അതിൻ്റെ അർത്ഥം? ഈ എണ്ണ, ദൈവ സാന്നിധ്യം എന്ന എണ്ണ, അഭിഷേകം എന്ന എണ്ണ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന എണ്ണ, അത് നിലനിൽക്കണമെങ്കിൽ നന്ദി വേണം. ഹല്ലേലൂയ. ആരാധിച്ച് വിടുതൽ പ്രാപിക്കുക എന്നുള്ളത് മാത്രമല്ല ദൈവമക്കളുടെ ലക്ഷ്യമായിരിക്കേണ്ടത്. വിടുതൽ ഓട്ടോമാറ്റിക്കലി കിട്ടും ആരാധിക്കുന്ന മക്കൾക്ക്. എന്നാൽ നന്ദിയോടും സ്നേഹത്തോടും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുവാൻ, അഭിഷിക്തരോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവസഭയോട് ചേർന്ന് നിൽക്കുവാനുള്ള നല്ല ഹൃദയം ഉള്ളിലുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആര് മുഖാന്തരം, ഏത് സ്ഥലം മുഖാന്തരം ദൈവിക പ്രവർത്തനങ്ങൾ, ദൈവിക നന്മകൾ, ദൈവിക വീര്യപ്രവൃത്തികൾ സ്വന്തമാക്കുന്നു എന്നുള്ളത് മറന്ന് ജീവിക്കുമ്പോഴാണ് നന്ദിയില്ലായ്മ പ്രകടമാകുന്നത്. ഹല്ലേലൂയ. അപ്പോഴും അവർ പറയും, എനിക്ക് വചനം അറിയാം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ദൈവസ്നേഹമുണ്ട്, എല്ലാം പറഞ്ഞേക്കാം. എങ്കിലും നന്ദിയില്ലായ്മ പ്രകടിപ്പിക്കുകയാണ്. ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ചിട്ട് ആ പ്രാപിച്ച നന്മയ്ക്കൊത്തവണ്ണം കർത്താവിനെ സ്തുതിക്കുവാനും, കൂട്ടായ്മ ആചരിക്കുവാനും, ദൈവമക്കളോട് ചേർന്നിരിക്കുവാനും, വചനങ്ങൾ കേൾക്കുവാനും, ജീവിതത്തിൽ മാനസാന്തരം കൊണ്ടുവരുവാനും, വിടുതൽ കൊണ്ടുവരുവാനും മനസ്സില്ല എങ്കിൽ, മനസ്സിലുള്ള വിശ്വാസവും ഭക്തിയും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ദൈവസ്നേഹവും അതൊന്നും ദൈവം മാനിക്കുകയില്ല. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല. നിങ്ങൾ പലരും കേൾക്കുന്ന പ്രസംഗം എങ്ങനെയാണ്? പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നുള്ളതായിരിക്കും കേൾക്കുന്നത്. തരും. എപ്പോൾ തരും? നമ്മെ തന്നെ സമർപ്പിച്ച്, വിശുദ്ധീകരിച്ച്, മാനസാന്തരപ്പെട്ട്, ഒരു തീരുമാനത്തോടും ഉടമ്പടിയോടും കർത്താവിനോട് ചേർന്ന് വരുമ്പോൾ ദൈവത്തിൽ നിന്നും പ്രവർത്തനങ്ങൾ ഉണ്ടാകും. വിശുദ്ധിയിൽ പ്രസാദിക്കുന്ന ദൈവം, വിശ്വാസത്തിൽ പ്രസാദിക്കുന്ന ദൈവം, താഴ്മയിൽ പ്രസാദിക്കുന്ന ദൈവം, അനുസരണയിൽ പ്രസാദിക്കുന്ന ദൈവം, ഈ രീതിയിലാണ് ദൈവത്തിൽ നന്മ പ്രാപിക്കേണ്ടത്. ഒരിക്കൽ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നും ചില അഭിഷിക്തന്മാർ മുഖാന്തരവും വിടുതലുകൾ നടക്കുന്നത് എന്തിനാണെന്നറിയാമോ? തുടർന്ന് അവർ അതിലധികം ദൈവത്തെ സ്നേഹിക്കുവാനും സേവിക്കുവാനും മറ്റൊരു ലെവലിലേക്ക് അവരെ ദൈവകൃപയിൽ നടത്തുവാനും വേണ്ടിയിട്ടാണ്. എന്നാൽ ആ നന്മ കിട്ടിയതിന് ശേഷം അവരെ വിട്ടുപോയാൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഇന്നലെ ഒരു ദൈവദാസന്റെ സാക്ഷി കേൾക്കുവാനിടയായി. അദ്ദേഹം ഒരു അക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും ഉള്ള ആളാണ്. അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് ഒരു വീഴ്ച പറ്റിയപ്പോൾ അതിൽ നിന്നും എഴുന്നേൽക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള പല കാര്യങ്ങൾ ചെയ്തിട്ടും അതിൽ നിന്നും ഒന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല, എഴുന്നേൽക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം ചില ഗാനങ്ങൾ കേട്ടു. അയൽവക്കത്തെ വീടുകളിൽ വെക്കുന്ന ചില ആത്മീക ഗാനങ്ങൾ കേട്ടു. അതിൽ ആ ഗാനത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി, യേശു സൗഖ്യമാക്കുന്നു, യേശു രക്ഷിക്കുന്നു, യേശു വിടുവിക്കുന്നുവെന്ന്. ആ രോഗക്കിടക്കയിൽ കിടന്ന് അദ്ദേഹം ആ ഗാനങ്ങൾ കേട്ടു. അപ്പോൾ അദ്ദേഹം മരുന്നിനും വൈദ്യനും മറ്റു വിശ്വാസങ്ങൾക്കും ഒന്നിനും രക്ഷിപ്പാൻ കഴിയാതിരുന്ന ഈ സാഹചര്യത്തിലും അദ്ദേഹം ആ ഗാനം കേട്ടപ്പോൾ അദ്ദേഹത്തിനൊരു വിശ്വാസം തോന്നി, യേശു എന്നെ രക്ഷിക്കുമെങ്കിൽ ഞാൻ യേശുവിൻ്റെ അടുക്കൽ പോകണമെന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ പോകുമ്പോഴും അദ്ദേഹം പോയ സ്ഥലത്ത് അനേക സാക്ഷ്യങ്ങൾ കേട്ടു. കർത്താവ് പ്രവർത്തിച്ച വീര്യപ്രവൃത്തികളെ കുറിച്ച് കേട്ടു, അനേക സാക്ഷ്യങ്ങൾ കേട്ടു. എന്നാൽ ഇദ്ദേഹം അവിടെ പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു.
എന്താണ് തീരുമാനം എന്ന് അറിയാമോ? വിടുതൽ പ്രാപിക്കണം, എന്നാൽ യേശുവിനെ ഞാൻ ആരാധിക്കില്ല. വിടുതൽ പ്രാപിക്കണം, എന്നാൽ ഞാൻ ഈ വഴിയിൽ വരില്ല, ഞാൻ എൻ്റെ വഴിയിൽ പോകും, എനിക്ക് വിടുതൽ മാത്രം വേണം. ഇതാണ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പലരുടെയും കുരുട്ടുബുദ്ധി ഇങ്ങനെയാണ്. ഓക്കെ, വിടുതൽ വേണം, നന്മ വേണം, അനുഗ്രഹം വേണം, പക്ഷേ ഈ മാർഗം എനിക്ക് വേണ്ട, ഈ വഴി എനിക്ക് വേണ്ട, ഈ യേശുവിനെ എനിക്ക് വേണ്ട, ഈ ആരാധന രീതി എനിക്ക് വേണ്ട. ഇത് ഉള്ളിൽ കിടക്കുകയാണ്. അതാണ് നിനക്ക് വിടുതൽ കിട്ടാത്തത്. ഹല്ലേലൂയ. എന്നാൽ ഏതെങ്കിലും തന്ത്രരൂപേണ ഒരു നന്മ പ്രാപിച്ചു പോയാലും കൂടുതൽ കാലം ആ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പറ്റില്ല. നോക്കിക്കേ, ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കണമെങ്കിൽ ഒരു ഉടമ്പടിയും ഒരു സമർപ്പണവും ഉണ്ടാകണം. ഞാൻ കർത്താവിനോട് ചേർന്നിരിക്കും, എന്നെ വിടുവിക്കുന്ന കർത്താവിനോട് ഞാൻ ചേർന്ന് നിൽക്കും, എന്നെ സൗഖ്യമാക്കുന്ന കർത്താവിനോട് ഞാൻ ചേർന്ന് നിൽക്കും, എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവിനോട് ഞാൻ ചേർന്ന് നിൽക്കും, എന്നെ സഹായിക്കുന്ന കർത്താവിനോട് കൂടെ ഞാൻ ചേർന്ന് നിൽക്കും. ഈ ഒരു സമർപ്പണം, ഉടമ്പടി ഉണ്ടാകണം. അദ്ദേഹം അങ്ങനെ പല ആരാധനകൾക്കും പോകുന്നു, പക്ഷേ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇനി ഒരിക്കലും അദ്ദേഹത്തിന് റിലീസാകാൻ പറ്റില്ല എന്നൊരു പൂർണ്ണമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക്, രോഗക്കിടക്കയിൽ വീണപ്പോൾ പിൽക്കാലത്ത് അനേകം ആരാധനകൾക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയെങ്കിലും ഈ തീരുമാനം കാരണം അദ്ദേഹത്തിന് ഒരു വിടുതൽ കിട്ടിയില്ല. പിന്നൊരിക്കൽ അദ്ദേഹത്തിന് ഒരു ആരാധനയിൽ പോകുവാനിടയായി. അവിടെ കേട്ട ഒരു പ്രസംഗത്തിൻ്റെ ഒരു വാചകം അദ്ദേഹത്തെ തൊട്ടു. അദ്ദേഹം അത് ഏറ്റെടുത്തു. അത് ഏറ്റെടുത്തപ്പോൾ തന്നെ അത് ഇങ്ങനെ പറഞ്ഞു: ഇനി ഞാൻ ജീവിക്കുന്ന നാളെല്ലാം യേശുവിനായി ജീവിക്കും. യേശു എനിക്ക് സൗഖ്യം തരികയാണെങ്കിൽ ഞാൻ ജീവിക്കുന്ന നാളെല്ലാം യേശുവിനായി ജീവിക്കുമെന്ന് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തപ്പോൾ തന്നെ, ആ ഇമ്മീഡിയറ്റ് സ്പോട്ടിൽ തന്നെ ഒരു ദൈവശക്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വ്യാപരിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള എല്ലാ വേദനകളും പ്രയാസങ്ങളും പരിപൂർണമായി മാറി ഒരു പരിപൂർണ വിടുതലും സൗഖ്യവും അദ്ദേഹത്തിനുണ്ടായി. ഇന്ന് അദ്ദേഹം പോലീസ് ഓഫീസറിൻ്റെ ജോലി രാജിവെച്ചിട്ട് ഇന്നൊരു പാസ്റ്ററായി നിന്ന് കർത്താവിനെ ശുശ്രൂഷിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, വീര്യപ്രവൃത്തികൾ കർത്താവിൻ്റെ പക്കലുണ്ട്, വിടുതൽ കർത്താവിൻ്റെ പക്കലുണ്ട്, നന്മ യേശുവിൻ്റെ പക്കലുണ്ട്, അനേക ആശീർവാദങ്ങൾ കർത്താവിൽ നിന്ന് സ്വന്തമാക്കാം. എന്നാൽ കർത്താവിനെ എനിക്ക് വേണ്ട, വിടുതൽ മാത്രം മതി എന്ന ചിന്താഗതിയിലാണോ നിൽക്കുന്നത്? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ദൈവത്തിൻ്റെ നന്മകൾ വെച്ചിട്ടുള്ളത്. യേശുവിനെ വേണമോ? യേശുവിനെ സ്വീകരിക്കാമോ? ആ വിശ്വാസത്തിൽ നിൽക്കാമോ? ആ ദൈവകൃപയിൽ ജീവിക്കാമോ? കർത്താവിൻ്റെ പൈതലായി ജീവിക്കാമോ? ആ ഒരു സമർപ്പണവും ഉടമ്പടിയും ഉള്ളത്തിൽ കൊണ്ടുവരാമോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ദൈവത്തിൻ്റെ നന്മകൾ, എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ആ ആശീർവാദങ്ങൾ. അങ്ങനെയുള്ള മക്കൾക്കായി കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും. അവരുടെ ജീവിതത്തിലുള്ള എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങളെ കർത്താവ് കൊണ്ടുവരും. ഒരിക്കൽ കർത്താവ് ചില ദേശങ്ങളെ വിളിച്ച് അയ്യോ കഷ്ടമെന്ന് അതിനെ ശപിച്ചു തുടങ്ങി. കോരസീനെ, നിനക്ക് ഹാ കഷ്ടം. ഓക്കെ, അങ്ങനെ ചില ദേശങ്ങളെ വിളിച്ച് അവരെ ശപിച്ചു തുടങ്ങി. കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ ശപിച്ചു എന്ന് പറഞ്ഞാൽ, നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ, ഓക്കെ, അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു എന്ന് കർത്താവ് പറയുകയാണ്. വിടുതൽ നടന്നുവെങ്കിൽ, അത്ഭുതങ്ങൾ നടന്നുവെങ്കിൽ കർത്താവ് ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്: മാനസാന്തരപ്പെടണം, ദൈവവചനം ഏറ്റെടുക്കുവാനും ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുവാനും കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുവാനുമുള്ള ഒരു സമർപ്പണവും തീരുമാനവും മാനസാന്തരവും ജീവിതത്തിൽ ഉണ്ടാകണം. വിടുതൽ പ്രാപിച്ച് നന്മ പ്രാപിച്ച് സ്വന്തം വഴിയിൽ പോകുവാനല്ല, കർത്താവിൻ്റെ വചനം അനുസരിച്ച് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാനാണ് കർത്താവ് വിടുതൽ തരുന്നത്. ഹല്ലേലൂയ. 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചു. ഒരുവൻ മാത്രം കർത്താവിൻ്റെ അടുക്കൽ മടങ്ങി വന്നു. ആ 9 പേരെ കുറിച്ച് കർത്താവ് ചോദിക്കുകയാണ്, ബാക്കി 9 പേർ എവിടെ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. വിടുതൽ പ്രാപിച്ചുവെങ്കിൽ, നന്മ പ്രാപിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെക്കുറിച്ച് വാദിച്ചുകൊണ്ടേയിരിക്കും. എവിടെ? ആരാധന സമയത്ത് ആരാധിക്കാതെ നീ എവിടെയാണ്? സ്തുതിക്കേണ്ട സ്ഥലത്ത് നീ ഇല്ലാതെ നീ എവിടെയാണ്? നീ വിടുതൽ പ്രാപിച്ചിട്ടും നന്മ പ്രാപിച്ചിട്ടും നിന്റെ ആയുസ് നീട്ടിക്കിട്ടിയിട്ടും
ആമേൻ, രോഗക്കിടക്കയിൽ നിന്ന് കർത്താവ് നിന്നെ രക്ഷിച്ചിട്ടും കർത്താവ് നിന്നെ സൗഖ്യമാക്കിയിട്ടും പല വിഷയങ്ങളിൽ വലിയ ദൈവപ്രവൃത്തികൾ നീ കണ്ടിട്ടും അനുഭവിച്ചിട്ടും ആരാധിക്കാതെ വണ്ണം നീ എവിടെയാണ്? സ്തുതിക്കാതെ വണ്ണം നീ എവിടെയാണ്? കൂട്ടായ്മയിൽ ഇരിക്കാതെ വണ്ണം നീ എവിടെയാണ്? വചനം കേൾക്കാതെ വണ്ണം നീ എവിടെയാണ്? ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ നന്മകൾ പ്രാപിച്ച് വിടുതൽ പ്രാപിച്ചിട്ട് അനേക ആശീർവാദങ്ങൾ പ്രാപിച്ചിട്ട് തുടർന്ന് നന്ദിയില്ലാതെ വണ്ണം എവിടെയെങ്കിലും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു രീതിയിലേക്കാണ് ജീവിതം പോകുന്നു എങ്കിൽ, അങ്ങനെയുള്ള വിശ്വാസികളെ കുറിച്ച് ഞാൻ പറയട്ടെ, ഏത് പ്രവാചകന്റെ അടുക്കൽ പോയാലും, ഏത് ആരാധനയിൽ പോയാലും, ഏത് കൂട്ടായ്മയിൽ പോയാലും നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല, നിനക്ക് വിടുതലും ഉണ്ടാകില്ല. ഇന്ന് ഒരിടത്തുനിന്ന് നന്മ പ്രാപിച്ചിട്ട് തുടർന്ന് അവിടുത്തെ ചട്ടവട്ടങ്ങൾക്ക് കീഴ്പ്പെട്ട് നിൽക്കാതെ തന്നിഷ്ടപ്രകാരം എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വിശ്വാസികളെ കുറിച്ച് ഞാൻ പറയട്ടെ, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ആത്മീകമായ ഒരു എഴുന്നേൽപ്പുണ്ടാവുകയില്ല. ഒരു ശാപം, അത് മനുഷ്യന്റെ ശാപമല്ല, പിശാചിന്റെ ശാപമല്ല, ഒരു ദൈവശാപം അവരുടെ മേൽ നിലനിൽക്കും, അവരുടെ മേൽ കുടികൊള്ളും. ആ ശാപത്തിൽ നിന്ന് റിലീസാകണമോ? നന്ദി പ്രകടിപ്പിക്കണം. കിട്ടിയ നന്മകൾ, പ്രാപിച്ച നന്മകൾക്ക് തക്കവണ്ണം നന്ദി അർപ്പിക്കുവാൻ തക്കവണ്ണം, നന്ദി പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു സുബോധം ഉണ്ടാകണം, ഒരു മാനസാന്തരം ഉണ്ടാകണം. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. ചില മനുഷ്യരോടെങ്കിൽ ആ മനുഷ്യരോട് നിരപ്പ് പ്രാപിക്കണം. അങ്ങനെയെങ്കിൽ ആ ശാപം മാറിപ്പോകും, അവിടെ ഒരു ആശീർവാദം ഉണ്ടാകും. നന്മകൾ പ്രാപിച്ചിട്ടും ആ നന്മകൾക്കൊത്തവണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്താതെയും ദൈവത്തെ ആരാധിക്കാതെയും തന്നിഷ്ടപ്രകാരം താന്തോന്നികളായി മാനസാന്തരമില്ലാതെ ജീവിക്കുന്ന വിശ്വാസികൾക്കാണ് എത്ര പ്രാർത്ഥിച്ചാലും വിടുതൽ കിട്ടാത്ത അവസ്ഥകളിൽ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയുള്ള വിശ്വാസികൾ ഈ കേരളക്കരയിൽ കൂടുതലാണ്. കേരളക്കരയിൽ നന്മകൾ പ്രാപിച്ചിട്ടും നന്ദിയില്ലാതെ സ്വന്തം വഴികളിൽ താന്തോന്നികളായി നടക്കുന്ന വിശ്വാസികളുടെ വലിയൊരു കൂട്ടം കേരളക്കരയിലുണ്ട്. മാനസാന്തരപ്പെടണം. ഏത് അഭിഷിക്തർ മുഖാന്തരമാണോ നീ വിടുതൽ പ്രാപിച്ചത്? ഏത് കൂട്ടായ്മയിൽ നിന്നാണോ നീ വിടുതൽ പ്രാപിച്ചത്? മാനസാന്തരപ്പെട്. ആ ദൈവമക്കളുമായി ചേർന്ന് നിൽക്ക്, ആ കൂട്ടായ്മയുമായി ചേർന്ന് നിൽക്ക്. അവരോട് സഹകരിച്ച് നിന്ന് അവിടെ ദൈവത്തെ ആരാധിച്ച് മുന്നേറ്. അവരെ കുറ്റം പറഞ്ഞ് നീ നിന്റെ വഴിയിൽ പോകുവാനല്ല, അവരെ വിമർശിച്ച് നിന്റെ വഴിയിൽ പോകുവാനല്ല, അവരോട് ചേർന്ന് നിന്ന്, കുറവുകളും കുറ്റങ്ങളും ബലഹീനതകളും ഉണ്ടാകാം, എന്നാൽ അവരോട് ചേർന്ന് നിന്ന് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് മുന്നേറാമെങ്കിൽ നിന്റെ ശാപത്തിൽ നിന്ന് നിനക്ക് പുറത്തു വരാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നതാണ്, ചില ശാപങ്ങൾ, പ്രാർത്ഥിച്ചാലും മാറാത്ത ശാപങ്ങൾ, ഉപവസിച്ചാലും മാറാത്ത ശാപങ്ങൾ, നിലവിളിച്ചാലും മാറാത്ത ശാപങ്ങൾ, അത് ദൈവശാപം ചിലരുടെ മേലുണ്ട്. നന്മകൾ പ്രാപിച്ചിട്ടും നന്ദിയില്ലായ്മ കാണിച്ചുകൊണ്ട് സ്വന്തം വഴികളിൽ പോകുന്നവർക്കാണ് ഈ ശാപം, ദൈവത്താലുള്ള ശാപം വന്നു ഭവിച്ചിരിക്കുന്നത്. അടുത്ത കൈ പിടിച്ച് പറഞ്ഞേ, നന്ദി വേണം. നന്ദി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വർദ്ധിക്കും, കൃപ പെരുകും, അനേക ആശീർവാദങ്ങൾ സ്വന്തമാക്കാം. ആമേൻ, ഹല്ലേലൂയ. ഈ നന്ദി വേണമെന്ന് പറയുമ്പോൾ ചിലർക്ക് മുഖത്തൊരു വെട്ടമില്ല. അതായത് നന്ദി വേണം, നന്ദി പറയുവാൻ, ആ സ്നേഹം പ്രകടിപ്പിക്കുവാൻ എന്തിനാണ് ഒരു വിഷമം? എന്തുകൊണ്ടാണ് വിഷമം? ആരാധിക്കണമെന്ന് പറയുന്നതുകൊണ്ടാണോ വിഷമം? ദൈവം സഭകളെ എഴുന്നേൽപ്പിക്കുന്നത്, ആത്മീക സഭകളെ എഴുന്നേൽപ്പിക്കുന്നത് ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തെ രൂപപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. ഈ ഭൂമിയിൽ സ്തുതിക്കുന്ന ഒരു കൂട്ടം ദൈവജനം എഴുന്നേൽക്കണം. ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനം എഴുന്നേൽക്കണം. മനുഷ്യർ എഴുന്നേൽക്കണം. ദൈവപുത്രന്മാർ എഴുന്നേൽക്കണം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം കിട്ടി സ്വന്തം വഴിയിൽ പോകുവാനല്ല. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഇവിടെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവിടെ ഉണ്ട്. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും സാക്ഷികളിവിടെ ഉണ്ട്. അത്ഭുതത്തിനും അടയാളത്തിനും എതിരെ സംസാരിക്കുന്നതല്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാപിച്ച് സ്വന്തം വഴിക്ക് പോകുവാനല്ല. നന്മ പ്രാപിച്ചവർ, വിടുതൽ കണ്ടവർ, ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചവർ, ദൈവ മഹത്വത്തെ കണ്ടവർ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ദൈവസന്നിധിയിൽ ആ കൂട്ടായ്മയിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അവിടെ അത്ഭുതമുണ്ട്, ഇവിടെ അത്ഭുതമുണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നിൽക്കുന്നവർക്കും വിടുതൽ ഉണ്ടാവുകയില്ല. എവിടെയെങ്കിലും ഒരിടത്ത് അടങ്ങി നിൽക്ക്, അടങ്ങി നിന്ന് ദൈവത്തെ സ്തുതിക്ക്, അടങ്ങി നിന്ന് ദൈവത്തെ ആരാധിക്ക്. അങ്ങും ഇങ്ങും ചാടുന്നവർക്കും നന്മ ലഭിക്കുകയില്ല.
എവിടെ നിന്നാണോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എവിടെ വെച്ച് തൊട്ടുവോ, ദൈവത്തിൻ്റെ ആത്മാവ് ഏത് സ്ഥലത്ത് വെച്ച് നിങ്ങളെ സന്ദർശിച്ചുവോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏത് അഭിഷിക്തരിലൂടെ നിങ്ങളോട് ഇടപെട്ടുവോ, അവരുമായി ചേർന്ന് നിൽക്കുക. അവരുമായി ചേർന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തെ ആരാധിക്ക്, ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഒരു ദൈവപുത്രനായി എഴുന്നേൽക്കുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നന്ദിയില്ലാത്തവർക്ക് ദൈവപുത്രന്മാരായ മാറുവാൻ പറ്റില്ല. നന്ദിയില്ലാത്തവർ തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിൽ മാറും. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പ്രാപിച്ചവർ, ദൈവ സാന്നിധ്യം അനുഭവിച്ചവർ, അനേക ആശീർവാദങ്ങൾ, നന്മകൾ സ്വന്തമാക്കിയവർ നന്ദിയോടുകൂടെ താഴ്മയോടുകൂടെ ഇരുന്നാൽ, കർത്താവിനെ സ്തുതിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്നാൽ, കർത്താവിനെ മഹത്വപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നാൽ, അവർ മേൽക്കുമേൽ വളരും. മേൽക്കുമേൽ ദൈവിക നന്മകൾ പ്രാപിക്കും. മേൽക്കുമേൽ ദൈവകൃപ പ്രാപിക്കും. മേൽക്കുമേൽ ദൈവ സാന്നിധ്യം പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നതിൽ ഇന്ന് നാം ധ്യാനിച്ച ആ ദൈവവചനത്തിൽ നിന്നും ഞാനൊന്ന് എടുത്തു പറയട്ടെ. ആരാധിക്കുന്നതിൽ മടി കാണിക്കരുത്. കൂട്ടായ്മ ആചരിക്കുന്നതിൽ മടി കാണിക്കരുത്. ഞാൻ തൊട്ട് മുന്നുള്ള ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു, അതായത് 6 ദിവസം അധ്വാനിച്ച് വേലയൊക്കെ ചെയ്യുക, 7-ാം ദിവസം ശബ്ബത്ത് നാൾ ആചരിക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? 7-ൽ1 ദിവസം ദൈവജനത്തിന് കൂട്ടായ്മ വേണം. എന്നാൽ ദിനംതോറും കർത്താവിനായി സമയങ്ങൾ മാറ്റിവെച്ച് കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും വചനം വായിക്കുവാനുമുള്ള ഒരു സമർപ്പണം ദിനംതോറും വേണം. ഹല്ലേലൂയ. അതും കൂടെ ഒന്ന് കരം പിടിച്ച് പറഞ്ഞേ. 7-ൽ1 ദിവസം മിനിമം കൂട്ടായ്മയിൽ ദൈവത്തെ ആരാധിക്കണം. ദിനംതോറും അല്പസമയം, മിനിമം കുറച്ച് സമയമെങ്കിലും ദൈവത്തിനായി മാറ്റിവെക്കണം. ശരി, ആർക്കും വിഷമമൊന്നുമില്ലല്ലോ? വെരി ഗുഡ്. ഇങ്ങനെ വേണം. ഹല്ലേലൂയ. ഡെയിലി ദൈവത്തിനെന്ന് പറഞ്ഞൊരു സമയം മാറ്റിവെക്കാമോ? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഒന്നും ചെയ്യാതിരുന്നിട്ട് പാസ്റ്റർ മുന്നിൽ വന്നിട്ട് പാസ്റ്റർ എന്നെ ദൈവം അനുഗ്രഹിക്കുന്നില്ല എന്ന് പറയരുത്. ഓക്കെ, ഞാൻ ആരാധിക്കുകയില്ല, ഞാൻ ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുകയില്ല, പാസ്റ്റർ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ല. ദൈവം അനുഗ്രഹിക്കില്ല. ദൈവം അനുഗ്രഹിക്കണമോ? സമയം മാറ്റിവെക്ക്. സ്തുതിക്കാൻ സമയം മാറ്റിവെക്ക്. ആരാധിക്കാൻ സമയം മാറ്റിവെക്ക്. വചനം വായിക്കാൻ സമയം മാറ്റിവെക്ക്. വചനം ധ്യാനിക്കുവാൻ സമയം മാറ്റിവെക്ക്. കൂട്ടായ്മയ്ക്കായി സമയം മാറ്റിവെക്ക്. ഇത് ചെയ്യുമ്പോൾ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇതിങ്ങനെയുള്ള നീതിപ്രവൃത്തികൾ ചെയ്തു വരുമ്പോഴാണ് ദൈവം ചില അഭിഷിക്തരെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കും. ഹല്ലേലൂയ. ഒരു മോശയെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കും. ഒരു ഏലിയാവിനെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കും. അല്ല, ദൈവം നേരിട്ട് പ്രവർത്തിക്കണമെങ്കിൽ പ്രവർത്തിക്കും. ഏത് വിധേനയായാലും ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വരും. കൊർന്നലിയോസ് അനേക നീതിപ്രവൃത്തികൾ തൻ്റെ ജീവിതത്തിലുണ്ട്. ആ നീതിപ്രവൃത്തി നിമിത്തം തന്നെ ദൂതൻ വന്ന് പറയുകയാണ്, പത്രോസിനെ വിളിച്ചുകൊണ്ടുവാ, ഇന്ന സ്ഥലത്ത് പത്രോസ് എന്നൊരു അഭിഷിക്തനുണ്ട്, അവനെ വിളിച്ചുകൊണ്ടുവാ. അവൻ്റെ നീതിപ്രവൃത്തികൾ നിമിത്തമാണ് ദൂതൻ ഇറങ്ങിയത്. അവൻ്റെ നീതിപ്രവൃത്തികൾ നിമിത്തമാണ് പത്രോസ് എന്നൊരു അഭിഷിക്തനെ വിളിക്കുവാൻ തക്കവണ്ണം ദൈവം അവന് നിയോഗം കൊടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതന്മാർ ഇറങ്ങട്ടെ, അഭിഷിക്തന്മാർ വരട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ നാമത്തെ ദുരുപയോഗം ചെയ്യുന്നവർ ധാരാളമുണ്ട്. ദൂതൻ ഇറങ്ങുമ്പോൾ ഈ ദുരുപയോഗം ചെയ്യുന്നവർ അവിടെ വരില്ല. കൊർന്നലിയോസിന്റെ വീട്ടിൽ പത്രോസ് വന്നു. കൊർന്നലിയോസിനോട് ദൂതൻ പറഞ്ഞിട്ടാണ് പത്രോസിനെ വിളിച്ചത്, സ്വന്തം ഇഷ്ടപ്രകാരം വിളിച്ചതല്ല. ഹല്ലേലൂയ. നീതിപ്രവൃത്തി ഉണ്ടെങ്കിൽ ദൂതൻ പറയും. നീതിപ്രവൃത്തി ഉണ്ടെങ്കിൽ കറക്റ്റ് പോയിന്റിനെ കർത്താവ് കാണിച്ചു തരും. നീതിപ്രവൃത്തി ഉണ്ടെങ്കിൽ, സത്യം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, സത്യത്തെ ദാഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ കറക്റ്റ് പോയിന്റിനെ കർത്താവ് കാണിച്ചു തരും. സ്വന്തം ബുദ്ധിയിൽ തോന്നിയാൽ കറക്റ്റ് ആകണമെന്നില്ല. ദൂതൻ വരും, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ആമേൻ. കർത്താവ് കറക്റ്റ് പോയിന്റിലേക്ക് തൻ്റെ ജനത്തെ കൊണ്ടെത്തിക്കും. എന്നാൽ ആ പോയിന്റ് നിൽക്കാൻ പഠിക്കണം. ആമേൻ. ഇന്ന് ഈ സഭയിൽ ദർശനം കണ്ട് മാത്രം വന്നിട്ടുള്ള ദൈവമക്കളുണ്ട്, സ്വപ്നം കണ്ട് വന്നിട്ടുള്ള ദൈവമക്കളുണ്ട്. മുൻപരിചയം ഒന്നുമില്ലാതെ തന്നെ സ്വപ്നത്താലും ദർശനത്താലും ചിലരെ കർത്താവ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ചില നീതിപ്രവൃത്തികളുണ്ട്, അത് ദൈവം കണ്ടു. ചില സത്യം അവരുടെ ജീവിതത്തിലുണ്ട്, അത് ദൈവം കണ്ടു. അതുകൊണ്ടാണ് മുന്നറിവ് പോലുമില്ലെങ്കിലും ചില സ്വപ്നങ്ങൾ തന്ന്, ദർശനങ്ങൾ തന്ന്
അങ്ങനെ ഒരു ദൈവാലയത്തിൽ, ഒരു വിശുദ്ധ സ്ഥലത്ത് കർത്താവ് അവരെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നീതിപ്രവൃത്തിയുണ്ടോ? ദൈവപ്രവൃത്തി ഉണ്ടാകും. ഹല്ലേലൂയ. നന്മയുണ്ടോ? ദൈവപ്രവൃത്തി ഉണ്ടാകും. സത്യമുണ്ടോ? ദൈവപ്രവൃത്തി ഉണ്ടാകും. താഴ്മയുണ്ടോ? ദൈവപ്രവൃത്തി ഉണ്ടാകും. വചനത്തെ അനുസരിക്കുന്ന അനുസരണമുണ്ടോ? ദൈവപ്രവൃത്തി ഉണ്ടാകും. ദൈവപ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി വേണം. അവിടെ ദൂതനിറങ്ങും, അവിടെ വരേണ്ടവർ വരും. വരേണ്ടവർ വന്നാൽ ചെയ്യേണ്ടത് ചെയ്യും. ദൂതൻ ചെയ്യേണ്ടത് ദൂതൻ ചെയ്യും. കർത്താവ് ചെയ്യേണ്ടത് കർത്താവ് ചെയ്യും. അഭിഷിക്തന്മാരിലൂടെ ചെയ്യേണ്ടത് അവരിലൂടെ അത് ചെയ്തെടുക്കും. ഏത് രീതിയിലായാലും സത്യമുള്ള, നീതിയുള്ള, ദാഹമുള്ള ദൈവജനത്തിനായി, അനുസരണയുള്ള, താഴ്മയുള്ള ദൈവജനത്തിനായി സ്വർഗം തുറക്കും. ദൂതൻ ഇറങ്ങും. കർത്താവിൻ്റെ കരം ചലിക്കും. വലിയ ദൈവമഹത്വങ്ങൾ വെളിപ്പെടും.